സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ചൊറോട് മാതാ അമൃതാനന്ദമയി മഠത്തിൽ ശിവശക്തി ഹോമവും ഉമാമഹേശ്വര പൂജയും നടന്നു. കുടുംബബന്ധത്തിന്റെ താളം തെറ്റുന്ന കാലത്ത് ബന്ധത്തിന്റെ പവിത്രതയെ പുതുതലമുറയ്ക്ക് മാതൃകയാക്കാനും ഓർമ്മിപ്പിക്കുവാനും അത് ജീവിതത്തിലേക്ക് ആവാഹിക്കാനുമുള്ള പ്രചോദനത്തിനു വേണ്ടിയാണ് പ്രപഞ്ച മാതാപിതാക്കളായ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹദിനത്തെ അനുസ്മരിക്കാൻ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതെന്ന് മഠാധിപതി ശൈലജാമ്മ ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ ഈ പൂജ ഉമാമഹേശ്വര പൂജയും അതോടൊപ്പം തന്നെ ശിവശക്തി ഹോമവും ഇത് എല്ലാ അർത്ഥത്തിലും ഈ കാലഘട്ടത്തിന് യോജിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് നമ്മുടെ അമ്മയും പറഞ്ഞത്. കാരണം കുടുംബജീവിതം താളം തെറ്റിപ്പോകുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുടുംബജീവിതമേ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പല കുട്ടികളും നിൽക്കുന്നത്. അപ്പോൾ അവർക്കൊരു മാതൃകയായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ഇപ്പോഴത്തെ അച്ഛനമ്മമാർക്ക് സാധിക്കും. കാരണം ഈ നമ്മുടെ മാതൃക ആയിട്ടുള്ളത് കുടുംബജീവിതത്തിന് തിരുവാതിരയാണ് ശിവന് ഏറ്റവും പ്രധാനമുള്ള ദിവസമാണ്. ശിവപാർവതിമാർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമേറുന്ന ഒരു ദിവസമാണ്. ശിവന് വേണ്ടി പാർവതി വ്രതം അനുഷ്ഠിക്കുന്നതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതൃകാ ദമ്പതികളായിട്ട് പ്രപഞ്ച മാതാപിതാക്കളായിട്ട് ശിവപാർവതിമാരെയാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. സനാതനധർമ്മശാസ്ത്രപ്രകാരം ശിവപാർവതിമാരാണ് മാതൃകാ ദമ്പതികൾ. മനുഷ്യരുടെ ഇടയിൽ അവർക്ക് മാതൃക കാണിക്കാനായിട്ടാണ് അവർ കൈലാസത്തിൽ വസിക്കുന്നത് തന്നെയെന്ന് പറയുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം കുടുംബജീവിതത്തിൻ്റെ താളലയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പൂജ ചെയ്യുമ്പോൾ ഒന്നും കൂടിയും ദൃഢമായി കൊണ്ടിരിക്കണം. അവരുടെ കുടുംബജീവിതത്തിന് ബന്ധത്തിന് കുറച്ചുകൂടി ഉറപ്പ് നൽകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ദമ്പതികൾ പരസ്പരം ഉമാമഹേശ്വര സങ്കല്പം നൽകി പൂജിച്ച് ആദരിക്കുകയാണ് ചെയ്യുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് ബ്രഹ്മചാരി സൂക്ഷ്മാമൃത ചൈതന്യയുടെ പ്രഭാഷണവും ബ്രഹ്മചാരിണി സമാരാധ്യ ചൈതന്യ ശിവശക്തി ഹോമവും നടന്നു. ഉമാമഹേശ്വര പൂജയ്ക്ക് നേതൃത്വം നൽകിയത് മഠാധിപതി ശൈലജാമ്മയാണ്. പരിപാടിയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഇത് വളരെ ലളിതമായി അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണത്തിലൂടെ അമ്മ പറയുന്നു, നമ്മൾ ഇല കൊളുത്തി ചൂണ്ടയിട്ട് മീനെ പിടിക്കും. ഈ ഇല കൊളുത്തി ചൂണ്ടയിടുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഇല കഴിച്ച് മീൻ നന്നാവണമെന്ന് ആരെങ്കിലും വിചാരിക്കോ? അല്ലെങ്കിൽ ഈ മീനിൻ്റെ വിശപ്പ് മാറിക്കോട്ടെ എന്ന് വിചാരിക്കോ? അല്ലെങ്കിൽ ഈ മീൻ സുഖമായി ജീവിക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിക്കോ? ഇല്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഇല കൊളുത്തിയിട്ട് അതിലൂടെ ആ മീനെ പിടിച്ച് ആ പിടിക്കുന്ന ആള് അവൻ്റെ ഇഷ്ടത്തിന് വറുത്തും പൊരിച്ചും കറിവെച്ചും കഴിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെയാണ് ഇന്ന് പുറത്തെ ലോകത്ത് സ്നേഹം. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് വിചാരിച്ച് ആരെയും സ്നേഹിക്കേണ്ടെന്നോ ആർക്കും വേറെ രീതിയിലുള്ള ജീവിതം വേണ്ട എന്നൊന്നും പറയുന്നില്ല.